മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. സോ ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഹ്യൂമൻസിന്റെ എൻറ്റയർ സെറ്റ് ഓഫ് ജീൻസിനെയും സീക്വൻസ് ചെയ്യുക എന്ന ഗോളോടെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ്. ആൻഡ് 1990 ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷെ 13 വർഷം എടുത്താണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. സോ ഇതൊരു വലിയ പ്രൊജക്റ്റ് ആയിരുന്നു, ഒരു മെഗാ പ്രൊജക്റ്റ് ആണ്. 13 വർഷം എടുത്ത് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് 2003 ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയത്. ആൻഡ് ഈ പ്രൊജക്റ്റ് നടത്തിയത് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് ചെയ്ത ആൾക്കാർ ആരാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും ചേർന്നാണ് ഈ പ്രൊജക്റ്റ് ചെയ്തത്. ആൻഡ് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി സയന്റിസ്റ്റ് യൂസ് ചെയ്തത് 2 മെത്തഡോളജീസ് ആണ്. ഈ 2 മെത്തഡോളജീസ് ഏത് മെത്തഡോളജിയിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ആ 2 മെത്തഡോളജി ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തഡോളജി ഈസ് എക്സ്പ്രസ്ഡ് സീക്വൻസ് സ്റ്റാക്ക്. അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തഡോളജിയാണ് സീക്വൻസ് അനോട്ടേഷൻ. സോ ആദ്യത്തെ മെത്തഡോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ്പ്രസ്ഡ് സീക്വൻസ് സ്റ്റാക്ക്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻസിന്റെ DNA നിന്ന് പ്രൊഡ്യൂസ് ആകുന്ന mRNAയിലെ എക്സോൺസിനെ മാത്രം സീക്വൻസ് ചെയ്യുക. ഇതാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് സ്റ്റാക്ക്. നമുക്കറിയാം എക്സോൺസ് മാത്രമാണ് എന്തായിട്ട് മാറുന്നത്, പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നത്. സോ ഈ എക്സോൺസിനെ മാത്രം സീക്വൻസ് ചെയ്യുന്നതാണ് ആദ്യത്തെ മെത്തഡോളജി. രണ്ടാമത്തെ മെത്തഡോളജി എന്ന് പറയുന്നത് സീക്വൻസ് അനോട്ടേഷൻ ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ DNAയിലെ നോൺ കോഡിംഗ് സീക്വൻസിനെയും കോഡിംഗ് സീക്വൻസിനെയും രണ്ടിനെയും ഒരുമിച്ച് സീക്വൻസ് ചെയ്യുക. ദാറ്റ് ഈസ് എൻറ്റയർ ഹ്യൂമൻ DNAയിലെ ബേസ് സീക്വൻസിനെ സീക്വൻസ് ചെയ്യുക. ഇതാണ് സീക്വൻസ് അനോട്ടേഷൻ. സോ ഈ 2 മെത്തഡോളജിയിൽ സയന്റിസ്റ്റ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ സയന്റിസ്റ്റ് ഈ HGP കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത മെത്തഡോളജി സീക്വൻസ് അനോട്ടേഷൻ ആണ്. ഇനി ഇവരെങ്ങനെയാണ് ഈ HGP കംപ്ലീറ്റ് ചെയ്തത്, വാട്ട് ഈസ് ദ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സോ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ സെല്ലിൽ നിന്നും ടോട്ടൽ DNA ഐസൊലേറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ DNA, ഹ്യൂമൻ DNA 2.2 മീറ്റർ ലെങ്ത് അപ്രോക്സിമേറ്റ് ഉള്ളതാണ് ഹ്യൂമൻ DNA മോളിക്യൂൾ. ഈ DNA മോളിക്യൂളിനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കി നമ്മൾ മാറ്റി. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് എൻസൈം ആണ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. സോ ഇത് യൂസ് ചെയ്ത് നമ്മുടെ DNA ഫ്രാഗ്മെന്റ് ചെയ്തു. ഇനി ഓരോ DNA ഫ്രാഗ്മെന്റ്സിനെയും നമ്മളൊരു വെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത വെക്ടർ ആണ് BAC അല്ലെങ്കിൽ YAC. BAC എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, YAC എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ആൻഡ് വെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഈ വെക്ടറിനെ നമ്മൾ ഹോസ്റ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. സോ BAC ആണ് നമ്മുടെ വെക്ടർ എങ്കിൽ ഇവിടെ ഹോസ്റ്റ് ബാക്ടീരിയ ആയിരിക്കും. ആൻഡ് YAC ആണ് നമ്മുടെ ഹോസ്റ്റ് എങ്കിൽ ഇവിടെ വെക്ടർ ഈസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഈ ഹോസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ക്ലോണിംഗ് നടത്തും, മൾട്ടിപ്പിൾ കോപ്പീസ് ജനറേറ്റ് ചെയ്യും. ആൻഡ് സാംഗേഴ്സ് മെത്തേഡ് ഓഫ് സീക്വൻസിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിലുള്ള DNA സീക്വൻസസിനെ സീക്വൻസ് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാംസ് യൂസ് ചെയ്ത് ഈ സീക്വൻസിനെ എല്ലാം കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ഹ്യൂമൻ ജീനോമിനെ സീക്വൻസ് ചെയ്തത്. സോ ഈ സീക്വൻസിങ് വഴിയായിട്ട് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച നമ്മുടെ ഫൈൻഡിങ്സ്, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ സാലിയൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇതാണ് ഫസ്റ്റ് സാലിയൻ ഫീച്ചർ. രണ്ടാമത്തെ സാലിയൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീനിൽ, നമ്മുടെ ഒരു ആവറേജ് ജീനിൽ 3000 ബേസസ് എങ്കിലും ഉണ്ടായിരിക്കും. ആൻഡ് സൈസസ് വേരി ചെയ്യും. ആൻഡ് ഇതിലെ തന്നെ നമ്മുടെ ജീൻസിലെ ഏറ്റവും വലിയ ജീൻ എന്ന് പറയുന്നത് ഡിസ്ട്രോഫിൻ പ്രോട്ടീനിൻ്റെ ജീനാണ്. ഈ ഡിസ്ട്രോഫിൻ ജീൻ X ക്രോമസോംസിലായിരിക്കും കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ ഡിസ്ട്രോഫിനിൽ കാണുന്ന ന്യൂക്ലിയോടൈഡ് ബേസസ് 2.4 മില്യൺ ബേസസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ലാർജസ്റ്റ് ജീനായ ഡിസ്ട്രോഫിൻ. അടുത്ത സാലിയൻ ഫീച്ചർ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഹ്യൂമൻസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് 30,000 ജീൻസ്. ഇനി അടുത്ത സാലിയൻ ഫീച്ചർ നമ്മുടെ ഹ്യൂമൻസിന്റെ ന്യൂക്ലിയോടൈഡ് ബേസസ് നോക്കുകയാണെങ്കിൽ 99.9% ന്യൂക്ലിയോടൈഡ് ബേസസിന്റെ സീക്വൻസും സെയിം ആണ്. ആൻഡ് 0.1% മാത്രമാണ് നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ്. ഓരോ ഹ്യൂമൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ് 0.1% മാത്രമാണ് ന്യൂക്ലിയോടൈഡ് ബേസസിൽ വരുന്ന ഡിഫറൻസ്. ഇനി നമ്മൾ ഡിസ്കവർ ചെയ്ത ജീൻസിൽ
50% ജീൻസിൻ്റെ മാത്രമേ ഫങ്ഷൻസ് ഇപ്പോഴും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനിയും കണ്ടുപിടിക്കാത്ത ഡിഫറെൻറ്റ് ഫങ്ഷൻസ്, ജീൻസിൻ്റെ ഫങ്ഷൻസ് ഇനിയും നമുക്ക് ബാക്കിയുണ്ട്. ഇനി അടുത്ത സാലിയൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്രോമസോം 1-ലായിരിക്കും ഏറ്റവും കൂടുതൽ ജീൻസ് കാണുക. ദാറ്റ് ഈസ് 2968 ജീൻസ് ആണ് ക്രോമസോം 1-ൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ക്രോമസോം Y-ലായിരിക്കും ഏറ്റവും കുറവ് ജീൻസ് കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് 231 ജീൻസ് മാത്രമേ ക്രോമസോം Y-ൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഈ കണ്ടുപിടിച്ച ജീൻസിൽ 2% ഓഫ് ജീൻസ് മാത്രമേ 2% ഓഫ് ജീനോം മാത്രമേ പ്രോട്ടീൻസിന് വേണ്ടി കോഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള മെജോറിറ്റി ഓഫ് ജീൻസും പ്രോട്ടീന് വേണ്ടി കോഡ് ചെയ്യാത്ത, ട്രാൻസ്ലേഷനിൽ ഇൻവോൾവ് ചെയ്യാത്ത ജീൻസ് ആണ്. ആൻഡ് ഇങ്ങനെയുള്ള ജീൻസിൽ കാണാൻ പറ്റുന്നത് റിപ്പീറ്റഡ് സീക്വൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് പ്രോട്ടീൻ ഫോർമേഷന് വേണ്ടിയിട്ട് ഇൻവോൾവ് ചെയ്യാത്ത ഈ ജീൻസിൽ കാണാൻ പറ്റുന്നത് റിപ്പീറ്റഡ് സീക്വൻസ് ആയിരിക്കും. ആൻഡ് ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ക്രോമസോമിൻ്റെ സ്ട്രക്ചറിനും അതുപോലെ തന്നെ എവല്യൂഷനിലും എല്ലാം ടേക്ക് പാർട്ട് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സീക്വൻസ് ആണ് നമ്മുടെ ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലെ അടുത്ത മെയിൻ സാലിയൻ ഫീച്ചറാണ് നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ 1.4 മില്യൺ ലൊക്കേഷൻസിൽ സ്നിപ്സിനെ നമുക്ക് കാണാൻ പറ്റി. ദാറ്റ് ഈസ് സിംഗിൾ ബേസ് ഡി എൻ എ ഡിഫറൻസസ്. ദാറ്റ് ഈസ് ഒരു DNA സീക്വൻസിൽ ഒരു ന്യൂക്ലിയോടൈഡിൽ മാത്രം ചേഞ്ച് വരിക. ഇതിനെയാണ് നമ്മൾ സ്നിപ്സ് എന്ന് പറയുന്നത്. ഈ സ്നിപ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇതായിരിക്കും. ഇവർക്ക് മെയിൻ ആയിട്ട് വലിയ റോളൊന്നും കാണില്ല, പക്ഷേ മ്യൂട്ടേഷൻ അതുപോലെ തന്നെ ചില ഡിസീസസിൻ്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത് ഈ സ്നിപ്സ് തന്നെയായിരിക്കും. സോ ഹ്യൂമൻ ജീനോമിൽ 1.4 മില്യൺ ലൊക്കേഷൻസിൽ ഈ സ്നിപ്സിനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിനെ കുറിച്ചുള്ള സാലിയൻ ഫീച്ചർ എന്ന് പറയുന്നത്. സോ എക്സാമിന് സാലിയൻ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഇതിൻ്റെ മെത്തഡോളജിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. സോ താങ്ക് യു.